അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി സാധനമായിട്ടാണ്. ഒരു ആവി ചിക്കൻ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോസസ്സിലേക്ക് കടക്കാം. എന്നുവെച്ചാൽ പരുന്തിങ്ങനെ ചുറ്റിക്കളിക്കുന്നുണ്ട്. റാജാനുള്ള പരിപാടിയാണ്. അപ്പം ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇഞ്ചി വേണം, അതുപോലെ തന്നെ ബദം വേണം, വെളുത്തുള്ളി, കുരുമുളക്, ഉള്ളി, പച്ചമുളക്, കുറച്ച് തക്കാളി, കുറച്ച് ചപ്പ്, പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് ആവശ്യമുള്ള ചിക്കൻ എടുക്കാം. അങ്ങനെ ആൾക്കാർ കുറഞ്ഞുകൊണ്ടാണ് ചിക്കന് കുറച്ചെടുത്തത്. നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇടാം. അത് ബ്ലെൻഡ് ചെയ്തെടുക്കാം നമുക്ക്. ഇതിലേക്ക് നമ്മൾ തൈരും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഏകദേശം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു അര സ്പൂണ് ഗരം മസാല, ഒരു സ്പൂൺ ഇടുന്നുണ്ട് മല്ലിപ്പൊടി, പിന്നെ 2 സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. നമുക്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഒരു അര സ്പൂണ് ഗരം മസാലയും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നമുക്കെല്ലാം ഇതിന് ഒരുമിച്ചിട്ട് ഇത് ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. കാരണം തൈര് ഒഴിച്ചുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. അതിന് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു തുള്ളി വെള്ളം ഒഴിച്ചാൽ മതി, കൂടുതൽ വേണ്ട. നമ്മൾ മിക്സിയിലാക്കിയിട്ട് നമുക്കിത് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സാധനം സെറ്റാക്കി ഒന്ന് ഒരു 1/4 മണിക്കൂർ നമുക്ക് എന്താക്കാം, ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അടുത്ത് വെക്കാം. ഒന്ന് സെറ്റായിക്കോട്ടെ. നമുക്ക് മസാലൻ്റെ പച്ചച്ചോയ ഒന്ന് മാറാൻ വേണ്ടി ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഇതൊന്ന് പിന്നെ ചിക്കനടക്കം ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ടൊരു പോയിൻ്റ് ആ പച്ചച്ചോയ മാറുന്നവരെ എന്നിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ജസ്റ്റ് ഒരു 2 മിനിറ്റ് മാത്രമാണ്, കൂടുതൽ സമയമൊന്നും വേണ്ട. അതിൻ്റെ പച്ചച്ചോയ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കംപ്ലീറ്റ് മസാല അടക്കമുള്ളത്. ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഉപ്പ് നിങ്ങൾ ആഡ് ചെയ്യണം കേട്ടോ. ഞാൻ വിട്ടുപോയിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയാണ്. ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യുക. ജസ്റ്റ് 2 മിനിറ്റ് മാത്രമാണ് നമ്മളിത് ഇത് ഉപയോഗിച്ചിട്ടത്. ഒരു പച്ചച്ചോയ മാറാനും വേണ്ടിയിട്ടാണ്. എന്നിട്ട് നേരെ നമ്മൾ ഡയറക്റ്റ് നമ്മളെ ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ, ഓരോ നാട്ടിലും ഓരോ പേര് വരാം. പറക്കലെന്ന് പറയും, ഇഡ്ഡലി പാത്രം എന്ന് പറയും, പറച്ചമ്പ് എന്ന് പറയും. അപ്പോൾ നമ്മളെ അതിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മൾ പറച്ചമ്പിലേക്ക് ഇങ്ങനെ ഒരു വാഴയില വെച്ച്, അപ്പോൾ നമ്മൾ ഈ എയർ കയറുന്ന ഇതിലേക്ക് ചെറിയൊരു ഹോൾസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ചെമ്പിലേക്ക് കണക്കായ ചിക്കനാണ് എടുത്തത്. നമ്മൾ കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ചെയ്യാൻ നല്ലത് ആൾ കണക്കാക്കിയിട്ട് ഭക്ഷണം ആക്കിയിട്ട് ഇതാക്കണ്ട. കാരണം കുറേ ബാക്കിയായ 2-3 ദിവസം ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒരു ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയാണോ ആൾക്കാരുള്ളത്, അപ്പോൾ അതിന് കണക്കായ നമ്മൾ ചെമ്പിലേക്ക് ഇട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, ഓപ്ഷനാണ്. ചെറുതായിട്ട് നമ്മൾ ചോളം കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ ആദ്യം ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ ഇത് വേകുന്ന സമയമാണ്. പിന്നെ നമ്മൾ ഉപയോഗിച്ച ക്യാരറ്റാണ്, കുറച്ച് തക്കാളി അതിൻ്റെ ഗ്യാപ്പിൽ ഇങ്ങനെ ഇത്. പിന്നെ എന്നിട്ട് അവസാനമായിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഒന്ന് വാരി വിതറുക. എന്നിട്ട് ഇതിൻ്റെ മൂടി ഉണ്ടല്ലോ, മൂടി കൊണ്ട് നമുക്ക് എന്താക്കുക, അടച്ച് വെക്കാം. ഏകദേശം സമയം ഉണ്ടാവും. ആ സമയം വരെ നമുക്ക് അടച്ച് വെക്കാം. അത് കുറേ കഴിഞ്ഞിട്ട് ഇത് നോക്കാം എന്താ അതിൻ്റെ അവസ്ഥ. ഏകദേശം തീരുമാനമായ പോലെ ഉണ്ട്. അതിൻ്റെ വേവ് നോക്കാം. സ്റ്റിക്ക് പോലെ തന്നെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് നോക്കിയാൽ ഏകദേശം വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നമുക്കിനി ഇത് കഴിക്കേണ്ട സെറ്റപ്പിലേക്ക് മാറ്റാം. ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ മതി.
അപ്പോൾ സാധനം നല്ല പെടുപ്പനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ആവി ചിക്കനാണ് നമ്മൾ ഉദ്ദേശിച്ചെങ്കിൽ വേഗത്തിൽ സാധനം വന്നിട്ടുണ്ട്. അതുകൊണ്ട നല്ല മസാലയൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ മസാല ഉണ്ടല്ലോ അതാണ് ഹൈലൈറ്റ്. അതും പിടിച്ചിട്ട് നല്ല പൊറോട്ടയോ അല്ലെങ്കിൽ വേറെന്തോ ഇഷ്ടമുള്ള സാധനം എന്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇവിടെ ഈ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് സാമ്പിൾ മുഴുവനായിട്ട് കഴിക്കുന്ന വീഡിയോ കാണാമല്ലോ. എന്താ പൊന്നു സാധനം ഞാൻ ഉണ്ടാക്കിയിട്ട് വരുന്നില്ല. അടിപൊളിയാണ്. നല്ല പാകത്തിലുള്ള കാര്യങ്ങൾ നല്ലോണം ബന്ധിട്ടുണ്ട്. മസാലയും കൂടി പിടിച്ച് നല്ലൊരു പൊടി പിടിക്കാം. നല്ല ബ്രെഡോ ചപ്പാത്തിയോ നൈസ് പത്തിരിയോ പൊറോട്ടയോ എന്തായാലും നല്ലൊരു കോംബോ ആണ്. ഇതുവരെ കൂടുതൽ ആൾക്കാരൊന്നും ട്രൈ ചെയ്യാത്തൊരു ഐറ്റമാണ്. പറ്റുകയാണെങ്കിൽ ജസ്റ്റ് നമ്മളെ ഫോണിൻ്റെ ഒരു ഇത് കൊടുക്കുക. നൈസ് സാധനം, രക്ഷയില്ല, അടിപൊളി. മസ്റ്റ് ട്രൈ ആണ്. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.